ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ. നമുക്ക് ഇവന് സിമ്പിൾ ഒരുക്കം മതി. ഇവിടെ ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുങ്ങിക്കൊണ്ട് ഒരുപാട് ഒരുങ്ങൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഹൗസ് വാമിങ്ങിന് പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട ആളാണ്. സസ്പെൻസ് ആണ്, എവിടെ പോകണമെന്നൊന്നും പറയില്ല. പോണതും ഒരുങ്ങുന്നതൊക്കെ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ ഞാനൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്നു. നമുക്ക് പിന്നെ സിമ്പിൾ കട്ടിങ്, ജസ്റ്റ് ഒരു കട്ടിങ്, മുടി വെട്ടിയതേ അറിയുന്നില്ല. അതെ. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഡ്രസ്സ് വീട്ടിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ റെഡി ആയിട്ട് ആ ലുക്കും കൂടി ഒന്ന് കാണിക്കാം അല്ലേ? അതെ, അവിടെ ഉള്ളിൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോസ്റ്റ്യൂം നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഉള്ളിലേക്ക് പോവാം. കമോൺ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാ, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഹലോ, എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കുഴപ്പമില്ലല്ലോ. ഇതാണ് എൻ്റെ ഡ്രസ് കോഡ്. ഞങ്ങളുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹെയർ എനിക്ക് എവിടെ പോകുമ്പോഴും ഒന്ന് സെറ്റ് ആവാൻ ഭയങ്കര ഒരു പണിയാണ്. അപ്പൊ അത് സെറ്റ് ആവാൻ തന്നെ കുറെ നേരമായിട്ടോ. ഇതുപോലത്തെ ആ പുള്ളിപ്പുള്ളി ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? എൻ്റെ ഇത് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? എങ്ങനെയുണ്ട്? കുറെ ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കണം, എന്നിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നും കൂടി ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ മോഡലും അറിയാൻ പറ്റും. ഇറങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി പോകുമ്പോ കാണാം, അവിടെ വെച്ചിട്ട് കാണാം. ലാസ്റ്റ് വരെ വീഡിയോ കാണണം കേട്ടോ, എന്നാലാണ് അറിയാൻ പറ്റുള്ളൂ എവിടേക്കാ ഞങ്ങൾ പോണത്, ആരുടെ ഹൗസ് വാമിംഗ് ആണെന്നുള്ളതും അറിയാൻ പറ്റും. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. അപ്പൊ ഞങ്ങൾ എല്ലാം റെഡിയായി. ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് എങ്ങനെയുണ്ട്, ഡ്രസ് കോഡ് എങ്ങനെയുണ്ടെന്ന് പറയാ. കളർ മാച്ചുണ്ടോ? ഞങ്ങളുടെയാണ് മാച്ച് അതോ അവിടെയാണ് മാച്ച്? ഗൈസ്, അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ വെച്ച് കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ സ്ഥലത്തെത്തി. പാലക്കാടിന്റെ പ്രിയപ്പെട്ട മീശക്കാരന്റെ ഹൗസ് വാമിങ്ങിനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അവിടെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായി. വൈകാതെ തന്നെ മീശക്കാരൻ ഞങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആദ്യമായി സ്റ്റേജിൽ കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ മീശക്കാരൻ ഫംഗ്ഷന് വന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. അതിനുശേഷം മീശക്കാരന്റെ വക ഞങ്ങൾക്ക് സ്നേഹ സമ്മാനമായി ഒരു മോമെന്റ് തന്നു. സന്തോഷത്തോടെ മോമെന്റും കൈപ്പിടിച്ച് ഇരു കൂട്ടരും ക്യാമറയിൽ നോക്കി ഒരു ഫോട്ടോസ് എടുത്തു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം ഡാൻസൊക്കെ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ ശോഭനെ കാണാൻ. ശോഭൻ്റെ പേടിയെല്ലാം മാറി അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി, ചുവട് വെക്കാൻ തുടങ്ങി, എന്തെന്നേ അറിയില്ല. പിന്നെ വാട്ടം കറങ്ങാൻ തുടങ്ങി. കളിയുടെ ഇടയിൽ നിന്ന് അവളെ എങ്ങനെയൊക്കെയോ ഞാൻ വിളിച്ചു വരുത്തി. ലാസ്റ്റ് ഒരു വീഡിയോയും എടുത്ത് പതുക്കെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അടിച്ചു പൊളിച്ചു കൂട്ടാ പരിപാടി. ഉഷാറായി. ഭക്ഷണമൊക്കെ വയറ് നിറയെ കഴിച്ചു. അപ്പൊ ദാ പോയ പോലെയല്ല വരുന്ന തിരിച്ച്. അല്ല, അത് ശരിയാണ്, പോയ പോലെയല്ലാട്ടാ ഞാൻ തിരിച്ചു വരുന്നത്. ആള് മാറി. അപ്പൊ അത്ര ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. ഇനി പോവാ, കിടന്നുറങ്ങുക. അതെ. അപ്പൊ അത്രയും ക്ഷീണമുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ വീടെത്തി. എല്ലാവരും ടയർഡിലാണ്. വയറത്ത് കുളിച്ച് നിൽക്കുന്നുണ്ട്. ഫേസൊക്കെ വാടി വരണ്ടി നിൽക്കുവാണ്. ഫേസൊക്കെ വരണ്ടി. അതായത് ഫ്രണ്ട്സ് പോയ പോലെയല്ല വന്ന വേഷം കണ്ടില്ലേ, ഭയങ്കര മേക്കപ്പ് ഒന്നുമില്ല, ഒക്കെ പോയി. ഒക്കെ നാച്ചുറാലിറ്റി. ലിപ്സ്റ്റിക് മാത്രം അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നിൽക്കാണ്. അപ്പോ നമുക്ക് ക്ഷീണം മാറ്റണ്ടേ? അടുത്ത വീഡിയോയിൽ കാണാം. റെസ്റ്റ് എടുക്കാൻ പോണ. അപ്പൊ നാളെ നമ്മൾ ഷോർട്സിൽ വരുന്നതായിരിക്കും. ലോങ് വീഡിയോ എങ്കിൽ നമ്മള് അടുത്ത വീഡിയോയിലോട്ട് കാണാം.
അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ. സീ യു.